നമസ്കാരം. മഹാസഖ്യം ഉത്തർപ്രദേശിൽ വന്നു. അതുമൂലം ബിജെപിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ സമ്മാനിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളും ഇപ്പോൾ ഉത്തർപ്രദേശിലുണ്ട്. എടുത്തു പറയേണ്ടത് നിതിൻ ഗഡ്കരി അമിത്ഷയ്ക്കും മോദിക്കുമെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു. പല വേളകളിലും പരസ്യമായി തന്നെ അമിത്ഷയ്ക്കെതിരെ ശക്തമായി തുറന്നടിച്ചിരുന്നു. തോൽവിയും ആ വിജയത്തിന്റെ ഭാഗമായിട്ട് കാണണമെന്നും അതും വിജയത്തിലേക്കുള്ള വഴിയാണെന്നും തുറന്നു പറഞ്ഞിരുന്നു നിതിൻ ഗഡ്കരി. എന്നാൽ ഉത്തർപ്രദേശിലെ ചില സാഹചര്യങ്ങൾ ബിജെപിക്ക് തിരിച്ചടി നൽകുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നു. അതായത് ഉത്തർപ്രദേശിൽ യോഗി വിഭാഗം മോദി വാഗ്ദാന ലംഘകനാണെന്നും മോദി രാഷ്ട്രീയ കള്ളത്തരം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോഗി വിഭാഗം മോദിക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ, ബാനറുകൾ ഉയർത്തിയിരുന്നു. ഇത് ശക്തമായിട്ടുള്ള വെല്ലുവിളി തന്നെയായിരുന്നു ബിജെപിയെ ആദ്യഘട്ടത്തിൽ ഉയർത്തി കാണിച്ചിരുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട രീതിയിൽ തന്നെ അമിത്ഷയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അതായത് മോദിയെ ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറക്കിക്കഴിഞ്ഞാൽ യോഗി വിഭാഗം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിവെക്കുമെന്നും അങ്ങനെ വഴിവെച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്കിനെ അത് ബാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകൾ നേരത്തെ തന്നെ ഇവർക്ക് മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അമിത്ഷാ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ മോദി വിമർശകനായിരുന്ന അല്ലെങ്കിൽ മോദിയുടെ ശക്തമായ എതിരാളി, പാർട്ടിയിലെ എതിരാളിയെ തന്നെ യുപിയിൽ പ്രചരണ ചുമതല നൽകിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് വേളകളിൽ മോദിയെ പ്രചരണത്തിന് ഇറക്കിക്കഴിഞ്ഞാൽ യോഗി വിഭാഗത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലെ പല തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും മോദിയെ മാറ്റി നിർത്തി യോഗിയെ തന്നെ പ്രചരണത്തിന് മുൻതൂക്കം നൽകി ഇറക്കിയതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. അതായത് യോഗി മോദി വിഭാഗം അവിടെ ഉടലെടുത്തത് കൊണ്ട് തന്നെ പല രീതിയിലും എടുത്തു പറഞ്ഞാൽ യോഗിയുടെ അനുയായികൾ അല്ലെങ്കിൽ യോഗിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ മോദിക്കെതിരെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇനി തിരഞ്ഞെടുപ്പിൽ ബിജെപി വിജയിച്ചു കഴിഞ്ഞാൽ, അധികാരത്തിലേറിക്കഴിഞ്ഞാൽ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ തങ്ങൾക്ക് പറ്റില്ല എന്നും ഒരു വാദം ഉടലെടുക്കുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ തീർച്ചയായും തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ മഹാസഖ്യം വലിയ ഒരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നു. കോൺഗ്രസ് ഒരു വലിയ വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ബിജെപിക്ക് കനത്ത രീതിയിലുള്ള തിരിച്ചടി ചിലപ്പോൾ ഉത്തർപ്രദേശിൽ ലഭിച്ചെന്ന് വരും. നേരത്തെ 2014 80-ൽ 71 സീറ്റും നേടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഭരണത്തിലേറിയ ബിജെപിക്ക് ഇപ്രാവശ്യം 30-30-ലധികമോ സീറ്റുകൾ മാത്രം ലഭിക്കുമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും യോഗി മോദി പ്രശ്നം ഏത് രീതിയിലായിരിക്കും ഉത്തർപ്രദേശിലെ ബിജെപിയെ വേട്ടയാടുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.